ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി, സ്വർണ്ണക്കടത്ത് തുടങ്ങി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തെളിവ് ഹാജരാക്കാൻ PV അൻവറിന് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഈ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിയിരുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേർന്നു. റിനു, മരമുറി തൊട്ട് സ്വർണ്ണക്കടത്തിൽ ആരോപണം വരെ, കവടിയാറിലെ വീട് നിർമ്മാണം വരെ, അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങളാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് കോടതി തള്ളി. ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരുന്നു. എങ്ങനെയാണ് അജിത് കുമാറിനെ ഈ വിജിലൻസ് അന്വേഷണത്തിൽ വെള്ളപൂശിയിരിക്കുന്നത്? ഒന്നിനും ഒരു തെളിവും സാക്ഷിയുമില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിനു, റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. സുഹൈല, ADGP MR അജിത് കുമാറിന് വെള്ളപൂശി അല്ലെങ്കിൽ ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് സർക്കാർ വിജിലൻസ് തന്നെ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി തള്ളുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മൊഴിയടക്കം MR അജിത് കുമാറിന്റെ മൊഴിയടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇന്നിതാ സംസ്ഥാന സർക്കാരിന് വിജിലൻസ് നൽകിയ റിപ്പോർട്ടും നമ്മൾ 24 ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. പ്രധാനമായും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി വിവാദം, ഒപ്പം ഷാജൻ സ്കറിയയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത IT കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി 2 കോടി രൂപ MR അജിത് കുമാർ കൈപ്പറ്റി എന്നുള്ള ആരോപണം. മറ്റൊന്ന്, കവടിയാറിൽ ആഡംബരമായിട്ടുള്ള ഒരു വീട് വെക്കുന്ന ഒരു ആരോപണം. ഒപ്പം ഡാൻസ് ഓഫ് ടീമും MR അജിത് കുമാറും ചേർന്ന് സ്വർണ്ണക്കടത്തുകാരുമായി പങ്കുണ്ട് എന്നുള്ള ആരോപണം. ഇങ്ങനെ 5 ആരോപണങ്ങളാണ് വിജിലൻസ് കൃത്യമായി തന്നെ അന്വേഷിച്ചത്. ഈ അന്വേഷണങ്ങളിൽ ഒന്നും MR അജിത് കുമാറിന് എതിരെ ഒരു തരത്തിലുള്ള ഒരു കണ്ടെത്തലുകളും വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായും പറയുന്നത്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചതിൽ MR അജിത് കുമാറിന് പങ്കില്ല എന്ന് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം ഇത് ലേലം ചെയ്ത് കൃത്യമായി നൽകുന്ന ഒരു സാഹചര്യമാണ്, തേക്കുമരങ്ങൾ ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊന്ന്, ഈ ഷാജൻ സ്കറിയയുടെ IT കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി 2 കോടി രൂപ MR അജിത് കുമാർ കൈപ്പറ്റി എന്നതിന് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവറിന് ഒരു തരത്തിലുള്ള തെളിവും വിജിലൻസിന് നൽകുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, സ്വർണ്ണക്കടത്ത് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ MR അജിത് കുമാറിനും SP സുജിത് ദാസിനും ഡാൻസ് ഓഫ് ടീമിനും ചില പങ്കുകൾ ഉണ്ട് എന്നുള്ള ആരോപണം, അതിനും ഒരു തരത്തിലുള്ള തെളിവും PV അൻവറിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല, അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യവും കൃത്യമായി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഏകദേശം 72 പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരുന്നത് സർക്കാരിന്. ഇത് കോടതിയിലെത്തുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടാണ് തള്ളിയത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കവടിയാറിലെ 7 കോടിയുടെ വീടെന്ന ആരോപണം തെറ്റ് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കവടിയാറിൽ 7 കോടിക്ക് 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിജിലൻസ് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പരാതിക്കാരന്റെ ആരോപണം ഒരു തരത്തിലും ശരിയല്ല എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. അതായത് PV അൻവറിന്റെ ആരോപണം ഒരു തരത്തിലും ശരിയല്ല എന്ന് കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീട് നിർമ്മാണത്തിനായി അജിത് കുമാർ SBIയിൽ നിന്ന് 1.5 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ മൊഴി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു MR അജിത് കുമാറിന്റെ. ആ മൊഴി അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ഇരിക്കുമ്പോഴുള്ള ഒരു റിപ്പോർട്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, വിജിലൻസിന്റെ റിപ്പോർട്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയതിന് ശേഷമായിരിക്കും സർക്കാരിന് സമർപ്പിക്കുക. പക്ഷേ അത്തരത്തിലുള്ള ഒരു ലീഗൽ ഒപ്പീനിയനും ഈ റിപ്പോർട്ടിൽ വാങ്ങിയിട്ടില്ല. അതായത് ഒരു ലീഗൽ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ വക്കീലന്മാരും ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഫ്ളാറ്റ് വാങ്ങി ഇരട്ടി വിലയ്ക്ക് വിറ്റു എന്ന ആരോപണത്തിനും കഴമ്പില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇടപാടിൽ സാമ്പത്തിക ക്രമക്കേടോ ദുരൂഹതയോ ഒന്നും തന്നെ ഇല്ല. സ്വർണ്ണക്കടത്ത് ഇടപാടിൽ അജിത് കുമാറിന് തെറ്റായ ഒരു ബന്ധവുമില്ല എന്നും കൃത്യമായി തന്നെ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ സമർപ്പിക്കുകയും തള്ളുകയും ചെയ്തത്. എന്തായാലും കോടതി നേരിട്ട് അന്വേഷിക്കുമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഹർജിക്കാരനായിട്ടുള്ള നെയ്യാറ്റിൻകര സ്വദേശി അഡ്വക്കേറ്റ് നാഗരാജ്, ആ നാഗരാജിനെ നേരിട്ട് കേൾക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചു. മൊഴിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുഹൈൽ, ഇതിനൊരു അന്വേഷണ റിപ്പോർട്ടെന്ന് നമുക്ക് എങ്ങനെ പറയാനാകും? ഈ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം എന്താണ് MR അജിത് കുമാർ നൽകിയിരിക്കുന്ന മൊഴി, അത് അതേപടി അന്വേഷണ റിപ്പോർട്ടായി അവിടെ പങ്കുവച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. കോടതി തന്നെ ഇത് ചവറ്റുകുട്ടയിലെറിഞ്ഞ റിപ്പോർട്ടാണ്. കോടതി പറഞ്ഞ കാര്യം, ബാലപാഠം പോലും നടത്താതെയുള്ള അന്വേഷണ റിപ്പോർട്ട്, പ്രത്യേകിച്ചൊരു ADGP റാങ്കിലുള്ള ആർക്കെതിരെയുള്ള ആരോപണം അന്വേഷിച്ചതാകട്ടെ ഒരു DYSP. അങ്ങനെ അന്വേഷണത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും ഈ പറഞ്ഞ MR അജിത് കുമാറിന് കരുതലുണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ട് പുറത്തു കിട്ടാൻ പോലും വലിയ പ്രയാസപ്പെട്ടിരുന്നു.
തീർച്ചയായും. കാരണം സംസ്ഥാന സർക്കാർ തന്നെ ചില ഒരു സഹായങ്ങൾ എം.ആർ. അജിത് കുമാറിന് നൽകുന്നു എന്നുള്ള ആരോപണങ്ങൾ തുടക്കം മുതലുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായി സംസ്ഥാന സർക്കാർ സൂക്ഷിച്ചിരുന്ന ഒരു വിജിലൻസ് റിപ്പോർട്ടാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ല, അല്ലെങ്കിൽ ഇതിൽ ചില ഇടപെടലുകൾ നടന്നു എന്നുള്ള ആരോപിച്ചുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ അഡ്വക്കേറ്റ് നാഗരാജു, ഹർജിക്കാരൻ. തുടർന്നാണ് ഈ കോടതി കൃത്യമായി തന്നെ ഷിബു പാപ്പച്ചൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, എം.ആർ. അജിത് കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ഡിവൈഎസ്പി ആണ്, അദ്ദേഹമാണ് ഇത് അന്വേഷിച്ചത്. അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ കോടതി വിളിച്ചു വരുത്തുകയും ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വിവിധ തവണ ദിവസങ്ങൾ നൽകിയെങ്കിലും, ഡേറ്റ് നൽകിയെങ്കിലും ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ വക്കീലോ അല്ലെങ്കിൽ വിജിലൻസ് വക്കീലോ തയ്യാറായില്ല. തുടർന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥരെ അടക്കം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ശകാരിക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകളെല്ലാം തന്നെ സമർപ്പിക്കുകയും തുടർന്ന് വാദം കേൾക്കുകയും കൃത്യമായി തന്നെ ഒരു മറുപടി കോടതി പറയുകയും ചെയ്തത്, അല്ലെങ്കിൽ കോടതി ഒരു നിലപാടെടുക്കുകയും ചെയ്തത്. ഈ പൂർണ്ണമായും ഈ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ളതാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഒപ്പം ഇതൊരു പരിശോധന പോലും നടത്തിയിട്ടില്ല, ചില മൊഴിയെടുപ്പുകൾ മാത്രം നടത്തി ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത് എന്നതാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത്. ഇതിനെ ഒരു അന്വേഷണമായി കാണാൻ കഴിയില്ല എന്നും കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നൊരു സാഹചര്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ADGP എം.ആർ. അജിത് കുമാറിന്റെ മൊഴി പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ചില മേലുദ്യോഗസ്ഥന്മാർ തനിക്കെതിരെ ചില ആരോപണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ചില രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കുന്നു, അതാണ് ഈ കേസുകൾക്കെല്ലാം ആധാരം എന്നുള്ളതാണ്. ഒപ്പം ചില വിവരങ്ങൾ PV അൻവറിന് ചോർത്തിക്കൊടുത്തു. ഒപ്പം ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വസ്തു അമ്മാവനാണ്, അതായത് ഭാര്യയുടെ അച്ഛനാണ് നൽകിയതെന്നടക്കമുള്ള കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചു പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സുഹൈൽ.